എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ 25 വർഷങ്ങൾക്ക് മുൻപുള്ള സീൻ കാണിക്കുകയാണ്. അതായത് ദ ഗ്രേറ്റ് പൈററ്റ് എറ അത് സ്റ്റാർട്ട് ആവുന്നതിന് മുൻപ് കടലിലൂടെ ഓൾഡ് റോജറിന്റെ കപ്പലാണെങ്കിൽ കടലിലൂടെ അങ്ങനെ ചീറിപ്പാഞ്ഞു പോവാണ്. കപ്പലിലാണെങ്കിൽ ഇപ്പോൾ ഓടനുണ്ട്. അവരെല്ലാവരും ഡ്രിങ്ക്സും ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്. ഗ്രേറ്റ് പൈററ്റ് എറ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനുണ്ടായിരുന്ന സോൾജേഴ്സ് എല്ലാവരും ഇപ്പോൾ ഓടനോട് നന്ദി പറയാണ്. അതേസമയം ആ കപ്പലിലുള്ള ഡോക്ടർ റോജറിനോട് ദേഷ്യപ്പെടും. യു ആർ അൺബിലീവബിൾ റോജർ, ഓൾറെഡി നിന്റെ ഹെൽത്ത് വളരെ വീക്കാണ്. സോ അതിനോടൊപ്പം നീ ഇത്രയധികം ഡ്രിങ്ക്സ് അടിക്കുന്നത് നിന്റെ ഹെൽത്തിന് നല്ലതല്ല എന്ന് പറയും. റോജർ ആണെങ്കിൽ ഇവരുടെ ഉപദേശം അത് ഇഷ്ടപ്പെടാതെ ആളോട് ദേഷ്യപ്പെടും. അങ്ങനെ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ് തർക്കം. മറ്റൊരു ഭാഗത്ത് ഓടനാണെങ്കിൽ റെയിലിയോട് പറയും, എനിക്ക് എൻ്റെ ഐലാൻഡിലേക്ക് തിരികെ പോകണം. അവിടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. റെയിലി ആണെങ്കിൽ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. ഓടൻ പറയും, എനിക്കിപ്പോൾ പ്രത്യേകിച്ച് സഹായം അതൊന്നും ആവശ്യമില്ല. എത്രയും വേഗം തിരികെ എൻ്റെ ഐലാൻഡിലേക്ക് എത്തുക, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഓടനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചാണ് വാനോ കിൻഡത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ വാനോ കിൻഡത്തിന് ഓടനെ ആവശ്യമാണ്. അവൻ ഇവിടേക്ക് വന്ന് പൈററ്റ് കിങ്ങിൻ്റെ കൂടെ ഒരുപാട് കാലം അവൻ്റെ ടൈം സ്പെൻഡ് ചെയ്തു. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും പഠിക്കാനും ഒക്കെ തന്നെ അവരെ കൊണ്ട് സാധിച്ചു. ഓടൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം തിരികെ എങ്ങനെയെങ്കിലും ഗ്രാമത്തിലേക്ക് എത്തി അവരുടെ ആ ഒരു റിജിഡിറ്റി അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. അയർലാൻഡിലുള്ളവർക്ക് പുറത്തേക്ക് പോകാനും പുറത്തുനിന്നുള്ളവർക്ക് അയർലാൻഡിലേക്ക് വരാനുമുള്ള ഒരു ഫെസിലിറ്റി അതെനിക്ക് തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഓടൻ അങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. ആക്ച്വലി എവിടേക്ക് തിരികെ വരാൻ ആഗ്രഹിച്ചോ അതേ സ്ഥലത്താണ് ഇപ്പൊ നമ്മുടെ ഒറോച്ചിയാൻ ടീമാണെങ്കിൽ ഇപ്പൊ വിരുന്നിന് പോവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവർ ചുറ്റും നോക്കും. ക്ലൈമറ്റ് എല്ലാം വളരെ കാമാണ്, നല്ലതാണ്. സോ യാത്ര തുടങ്ങും. ഒറോച്ചിയാണെങ്കിൽ ക്യോഷിറോയെ അവന്റെ യാത്രയിൽ കൊണ്ടുപോകില്ല. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അയർലാൻഡ് കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ നീ ഇവിടെ ഉണ്ടാവണം. സോ നിന്നെ ഞാൻ ഈ ഒരു അയർലാൻഡ് ഏൽപ്പിക്കുകയാണ്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങനെ കടന്നു പോകും. അവർ പോകുന്നത് വിരുന്നിനാണ്. പക്ഷെ കപ്പലിൽ വെച്ച് തന്നെ അവരവരുടെ പാർട്ടിയൊക്കെ ആഘോഷിച്ച് അങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ ആയി ഹാപ്പി ആയി പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ കൈഡോയും ബിഗ്മോമും അവരാണെങ്കിൽ ഒറോച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം ആ ഒരു ഫയർ ഫെസ്റ്റിവൽ അത് അടുത്ത ദിവസമാണ്. സോ ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് വളരെ ആഘോഷമായിട്ടാണ് ആ ഒരു ഫയർ ഫെസ്റ്റിവൽ അത് നടത്തുക. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ഫ്ലവർ ക്യാപ്പിറ്റിൽ കാണിക്കും. അവിടെ ലൈറ്റ്സ്, ആട്ടം പാട്ടം ഒക്കെ ആയി ഫയർ ഫെസ്റ്റിവലിനെ വരവേൽക്കാനായിട്ട് എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. ആരുടെയും മുഖത്ത് മ്ലാനതയോ വിഷമോ അങ്ങനെ ഒന്നും തന്നെ കാണാനില്ല. എല്ലായിടത്തും ഹാപ്പിനെസ് മാത്രം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. അതേസമയം തന്നെ ആ ഒരു ഐലാൻഡിൽ ടൊക്ക ഗ്രാമം കാണിക്കും. അവിടെയാണെങ്കിൽ ഭയങ്കരമായിട്ട് മഴ പെയ്യാണ്. കിൻഡത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണത്. അവിടെയുള്ള ഓരോരോ ഗ്രാമങ്ങളിലും ക്ലൈമറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഫ്ലവർ ക്യാപിറ്റലിൽ വളരെ പ്ലസന്റ് ക്ലൈമറ്റ് ആണെങ്കിലും ഇവിടെ ടൊക്കോ വില്ലേജിൽ മഴ അങ്ങനെ ഇടിച്ചു കുത്തി പെയ്യാണ്. ഇവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ കിന്നാൻ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ആ തുറമുഖത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഭയങ്കര മഴ. പ്രതീക്ഷിച്ചതുപോലെ അവരുടെ കപ്പലുകൾ അത് അവിടേക്ക് എത്തിയിട്ടില്ല. മാത്രമല്ല 4000-ന് മുകളിലുണ്ടായിരുന്ന അവരുടെ സോൾജേഴ്സിനെയും കാണാനില്ല. അടച്ചിട്ടിരുന്ന ആ സോൾജേഴ്സ് അവരും ഇപ്പൊ മിസ്സിംഗ് ആണ്. സ്നെയിലൂടെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ സ്നെയില് അത് കണക്ട് ആവില്ല. ഇവിടെ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. നമുക്ക് മുൻപേ ആരോ ഇവിടേക്ക് വന്ന് ഇവിടെ മുഴുവൻ തകർത്തു. ഒരു പക്ഷേ ആ ഒറോച്ചി അവന്റെ പ്ലാനുകൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് അവരങ്ങനെ പരസ്പരം ഫേസ് ടു ഫേസ് നോക്കുകയാണ്. ലൂഫി, ഡോഗ് സ്റ്റോം, ക്യാറ്റ് വൈപ്പർ അവരൊക്കെ എവിടെയും ചോദിച്ച് അവരെല്ലാവരും പൊട്ടിക്കരയാണ്. കാരണം അവരുടെ വലിയ ആഗ്രഹം, വലിയ സ്വപ്നം, ഇത്രയും വലിയ ലക്ഷ്യം അതെല്ലാം തന്നെ ഒരു മിനിറ്റ് കൊണ്ട് തകർന്നടിയുന്നതായിട്ട് അവർക്ക് തോന്നും. ആണെങ്കിൽ നിർത്താതെ വീണ്ടും വീണ്ടും ആ സ്നെയിൽ എടുത്തു വെച്ച് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന് പിങ്കുമാൻ അഷ്റ ടോജി ആണെങ്കിൽ കിന്നിനോട് പറയും, നീ ഇത് കാണുന്നില്ലേ, പ്രകൃതി പോലും നമ്മളെ ചതിച്ചിരിക്കുകയാണ്, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ സീൻ കട്ട് ചെയ്ത് 2 ദിവസം മുൻപുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ കിന്നാണെങ്കിൽ അവിടേക്ക് എത്തിയ സോൾജേഴ്സിന്റെ എല്ലാം കണക്കെടുക്കും. 4800-ന് മുകളിൽ അവർക്കിപ്പോൾ സോൾജേഴ്സ് ഉണ്ട്. എത്രയും വേഗം ഈ സോൾജേഴ്സുമായിട്ട് ആ പോർട്ടിലേക്ക് പോകണം. ഇവിടെ ഉസോപ്പും ഫ്രാങ്കിയും അവർ രണ്ടുപേരും ലിമിറ്റഡ് ആയിട്ട് കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ അത് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എത്രയൊക്കെ സോൾജേഴ്സ് കയറിയാലും അനങ്ങാത്ത വിധത്തിൽ ആ ഒരു കപ്പല് നല്ല സ്ട്രോങ് ആയിട്ട് അവർ ബിൽഡ് ചെയ്യും. കപ്പലെല്ലാം റെഡിയാക്കി കൊടുത്തതിന് ശേഷം തിരികെ ലൂഫിയൻ ടീം
ടീമിന്റെ അടുത്തേക്ക് പോയി അവരുടെ 1000 സണ്ണി കപ്പൽ അതുവഴി പോർട്ടിലേക്ക് എത്താനാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ രണ്ടു കൂട്ടരും രണ്ട് ഭാഗത്തേക്ക് പിരിഞ്ഞു പോകാനായിട്ട് തീരുമാനിക്കും. അതേസമയം ഇവിടെ പ്രിസണിലാണെങ്കിൽ ഓരോരോ ആയുധങ്ങൾ അതങ്ങനെ സെറ്റ് ചെയ്യുകയാണ്. ലൂഫി ആണെങ്കിൽ അവന്റെ ട്രെയിനിങ് ഒക്കെ ഒരു വിധത്തിൽ അവസാനിപ്പിക്കും. അതിനുശേഷം കുട്ടപ്പനും ആ ഒരു ചെന്നായും അവർ ചേർന്ന് കളക്ട് ചെയ്തിരുന്ന ആ ഒരു സ്ക്വാഡുകളെല്ലാം തന്നെ അവിടേക്ക് എത്തിക്കുകയാണ്. പിന്നീട് അത് അവർക്ക് കൊണ്ടുപോകാനുള്ള ഓരോ ചെറിയ ചെറിയ കണ്ടെയ്നറുകളിലേക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യും. പീരങ്കി, ബോംബുകൾ, അങ്ങനെ ആ പ്രിസണിലുണ്ടായിരുന്ന ഒരുപാട് വെപ്പൻസും അവർ അടിച്ചു മാറ്റുകയാണ്. ഗ്രാൻഡ് പാക്ക് എല്ലാവർക്കും ഉള്ള നിർദ്ദേശം അത് കറക്റ്റായിട്ട് കൊടുക്കും. മറ്റൊരു ഭാഗത്ത് വേറൊരു ടീം അവരാണെങ്കിൽ മാപ്പൊക്കെ തുറന്നു വെച്ച് കാര്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. സത്യത്തിൽ ഇനി 2 ദിവസം മാത്രമാണ് അവരുടെ മുൻപിലുള്ളത്. സോ ഒറോച്ചി അവൻ കൈഡോടെ മാങ്ഷനുള്ള ആ ഭാഗത്തേക്ക് പോയി ഫയർ ഫെസ്റ്റിവൽ അത് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് വേണം നമുക്ക് ആ ഒരു പോർട്ടിലേക്ക് എത്താൻ. അങ്ങനെ ആവുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ നമ്മൾ പെടില്ല. അല്ലെങ്കിൽ ഇത്രയും കൂട്ടം ജനങ്ങൾ അവർ പോർട്ടിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് സംശയം തോന്നും. ഫയർ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും ആ ഫയർ ഫെസ്റ്റിവലിൽ അങ്ങനെ മുഴുകിയിരിക്കുകയായിരിക്കും. സോ ആ ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ മിഷൻസ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവരും ഇപ്പൊ കറക്റ്റായിട്ട് പ്ലാനുകൾ മുൻപോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഓരോ ഭാഗത്തും ഓരോ ക്യാപ്റ്റന്മാര് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ സാമുറായികൾ ഉപയോഗിക്കുന്ന കോട്ടുകൾ, തൊപ്പികൾ, വലിയ ചെരുപ്പുകൾ, ഹാൻഡ് ഗ്ലൗസുകൾ അങ്ങനെ ഒന്നൊന്നായിട്ട് കൊടുക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ കൈ കിട്ടിയതെല്ലാം തന്നെ അവന്റെ ദേഹത്തേക്ക് വാരിപ്പൊത്തും. അതിനുശേഷം സോറോയുടെ അടുത്തേക്ക് വരും. എന്തുപറ്റി, നിനക്കതിൽ ഒന്നും ആവശ്യമില്ല. ഉടനെ സോറോ പറയും, ഒരുപാട് വെയിറ്റ് എന്റെ ബോഡിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല, എനിക്ക് സ്ക്വാഡിൽ ഫോക്കസ് ചെയ്യാനാവില്ല. അത് കേൾക്കേണ്ട താമസം സാഞ്ചി ആണെങ്കിൽ നൈസായിട്ട് കളിയാക്കും. നിനക്ക് ആക്ച്വലി എന്നെ കഴിഞ്ഞ് ബൗണ്ടി കുറവല്ലേ, സോ ഗെറ്റപ്പിലെങ്കിലും നീ ഒരു അല്പം അട്രാക്റ്റീവ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. അത് കേട്ട് കൺട്രോൾ പോയാ ഓരോ അവന്റെ ആ സ്ക്വാഡ് എടുത്ത് ഇപ്പൊ സാഞ്ചിക്ക് നേരെ നീട്ടുകയാണ്. സാഞ്ചി ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഓരോ ആണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ ആ വാളെടുത്ത് ആഞ്ഞ് വീശുകയാണ്. ആ ഒരു വീശലില് ക്ലിഫിന്റെ മറ്റൊരു ഭാഗം തകരും. അടുത്ത നിമിഷം സോറോയും സാഞ്ചിയും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ് അട്ടിയിടി ബഹളം. നാമിയാണെങ്കിൽ അത് കണ്ട് അവർ രണ്ടുപേരെയും ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞ് രണ്ട് ഭാഗത്തേക്ക് മാറ്റുകയാണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ എന്തൊക്കെയോ കാര്യമായിട്ട് ചിന്തിച്ച് ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. സോറോ ആണെങ്കിൽ കാര്യം തിരക്കും. അതിനവൻ പറയും, ജിംബൈ ആൾ ഇതുവരെ ഇവിടേക്ക് എത്തിയിട്ടില്ല, എന്റെ മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇവിടേക്ക് വരാമെന്ന് അവൻ എനിക്ക് പ്രോമിസ് ചെയ്തതാണ്, പക്ഷേ ഇതുവരെ അവൻ എത്തിയില്ല എന്ന് പറയും. നമ്മുടെ വെല്ലുവിളി അതിപ്പോ കൂടിയിരിക്കുകയാണ്. കാരണം ഇപ്പൊ ബിഗ് മോമും ഇവിടെ ഉണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും അവളുടെ ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ എബിസു ടൗൺ കാണിക്കും. അവിടെയാണെങ്കിൽ എപ്പോഴും ആ ഒരു കള്ളൻ കുറച്ച് പണം മാത്രമാണ് അവർക്ക് മോഷ്ടിച്ചു കൊടുക്കാറ്. പക്ഷെ ഇത്തവണ ഒരുപാട് പണവും അതിനിരട്ടിയായിട്ട് ട്രഷറും അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. നമുക്ക് ഈ ഫയർ ഫെസ്റ്റിവൽ അത് ആഘോഷിക്കാൻ കഴിയില്ല, പക്ഷേ ഈ ഒരു നിധി ഉപയോഗിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല വെള്ളം അത് വാങ്ങി കുടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവരതിലേക്ക് തന്നെ നോക്കി ആശ്വസിക്കും. മറ്റൊരു ഭാഗത്ത് അക്കപുറ ടൗൺ കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഒറോച്ചിയുടെ ചില അസിസ്റ്റൻസ് അവിടെയുള്ളവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ഇവിടെ നിന്ന് ഒരുപാട് ആയുധവും ആക്ഷനിൽ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഒരുപാട് ഭക്ഷണ സാധനങ്ങളും എല്ലാം കാണാതായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? അതിന് ചില ജനങ്ങളാണെങ്കിൽ അവരറിഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ ആളോട് പങ്കുവെക്കും. ഇവിടെ ചില സാമുറായികളൊക്കെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അവരായിരിക്കും ഇതിന് പിന്നിൽ. ആര്യം വഷളാകാണെന്ന് മനസ്സിലാക്കിയ ലേഡി ആന്റി അവൾ എഴുന്നേറ്റ് നിന്ന് ഇപ്പോ ആ മെയിൻ വില്ലനോട് പറയും, എനിക്കറിയാം ഇവിടെ എന്താ സംഭവിക്കണേന്ന്. നഷ്ടപ്പെട്ട ആയുധങ്ങളും ഭക്ഷണ സാധനങ്ങളും എവിടെയാണെന്ന് എനിക്കറിയാം, ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരു ആന്റി ആണെങ്കിൽ അവരെയും കൂട്ടി പതിയെ മുൻപോട്ടേക്ക് നടക്കാൻ തുടങ്ങും. അവരെ രക്ഷിക്കാനും ആ ഒരു യുദ്ധം അത് നടക്കാനുമാണ് അവൾ കള്ളം പറയുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. ഉടനെ ജനങ്ങളാണെങ്കിൽ വിളിച്ചു പറയും, അയ്യോ ഇല്ല ഇല്ല, സത്യത്തിൽ ആ ആഹാര സാധനങ്ങൾ മോഷ്ടിച്ചത് ഞങ്ങളാണ്, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാനായിട്ട് കഴിഞ്ഞില്ല, സോ ഗത്യന്തരമില്ലാതെ ആ ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾ മോഷ്ടിച്ച് കഴിച്ചു. ആ ഹോൾഡം വില്ലനാണെങ്കിൽ അതൊക്കെ കേട്ടു ഭയങ്കര കൺഫ്യൂഷൻ. അവൻ തലവേനിച്ച് രണ്ട് ടീമിനെ നോക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ എല്ലാവരും ഒരുപാട് വിഷമത്തിൽ നിൽക്കുകയാണ്. ഡോ കിങ് ആണെങ്കിൽ ദൂരത്തായിട്ട് ഒരു ചെറിയ തോണി കാണും. നമുക്ക് വേറെ വഴിയില്ല, ഇതുപയോഗിച്ച് നമുക്ക് പോയേ പറ്റൂ. മൊമൻറ്റോസ്കിയും ഉണ്ടപ്പെണ്ണും ആണെങ്കിൽ കിന്നോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ഇന്നൊരു ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം, നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അത് വലിയ അപകടമാണ്. പക്ഷെ കിന്നാണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവാതെ ആ തോണിയിലേക്ക് കയറും. കട്ട് ചെയ്ത ഇവിടെ ഒറോച്ചി അവൻ പ്ലാനുകളെല്ലാം മനസ്സിലാക്കി ഹാപ്പിയായി ആ ബോട്ടിൽ എൻജോയ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.